ചൈനയുടെ സ്വപ്ന പദ്ധതിക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്നത് വൻ ദുരന്തമോ? ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. ടിബറ്റിലെ യാർലുങ് സാങ്പോ നദിയിൽ ചൈന നിർമ്മിക്കുന്ന വമ്പൻ ജലവൈദ്യുത പദ്ധതി ആഗോളതലത്തിൽ പ്രത്യേകിച്ചും ഇന്ത്യയിലും ബംഗ്ലാദേശിലും വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. നദിയുടെ സ്വാഭാവിക ഒഴുക്കിനെയും പരിസ്ഥിതിയെയും ഈ പദ്ധതി എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കകൾക്കിടയിലാണ് പദ്ധതിയുടെ തന്നെ സുരക്ഷയെ ചോദ്യം ചെയ്യുന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ പുറത്തു വരുന്നത്. ഭൂകമ്പ സാധ്യത ഏറെയുള്ള മേഖലയിൽ ഇത്രയും വലിയൊരു നിർമ്മിതി എത്രത്തോളം സുരക്ഷിതമാണെന്നത് ഇപ്പോൾ ഗൗരവമായ ചർച്ചയാകുന്നുണ്ട്. അരുണാചൽ പ്രദേശിലൂടെ ബ്രഹ്മപുത്രയിലായി ഇന്ത്യയിലേക്കും തുടർന്ന് ബംഗ്ലാദേശിലേക്കും ഒഴുകുന്ന യാർലുങ് സാങ്പോ നദി ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനാഡിയാണ്. കൃഷി, കുടിവെള്ളം, മത്സ്യബന്ധനം എന്നിവയെ ആശ്രയിക്കുന്ന ഈ ജനവിഭാഗങ്ങൾക്ക് പദ്ധതിയിൽ ഉണ്ടാകാവുന്ന ആഘാതങ്ങൾ മുന്നിൽ കണ്ട് ഡൽഹി ചൈനയോട് നിരന്തരം സുതാര്യത ആവശ്യപ്പെടാറുണ്ട്. താഴ്ന്ന നദീതീര രാജ്യങ്ങളുടെ താൽപര്യങ്ങൾ ഹനിക്കപ്പെടരുതെന്ന് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കുന്നതിനിടയിലാണ് പദ്ധതിക്കെതിരെ പുതിയ ഭൂമിശാസ്ത്രപരമായ കണ്ടെത്തലുകൾ വരുന്നത്. ഊർജ്ജ സുരക്ഷയും കാർബൺ ബഹിർഗമനം കുറയ്ക്കലും ലക്ഷ്യമിട്ടാണ് ചൈന ഈ പദ്ധതിയെ തങ്ങളുടെ അഭിമാനകരമായ ദേശീയ സംരംഭമായി അവതരിപ്പിക്കുന്നത്. 2025 ജൂലൈയിൽ തറക്കല്ലിട്ട ഈ പദ്ധതി 3 ഗോർജസ് അണക്കെട്ടിനെയും മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത നിലയമായി മാറുമെന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ യാർലുങ് സാങ്പോ ഗ്രാൻഡ് കാന്യണിന്റെ ഭൂപ്രകൃതിയും എഞ്ചിനീയറിംഗ് വെല്ലുവിളിയും നേരത്തെ തന്നെ വിദഗ്ധരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ചൈന ജിയോളജിക്കൽ സർവേയുടെ മേൽനോട്ടത്തിൽ നടന്ന പുതിയ പഠനം പദ്ധതിയുടെ ഭാവി സംബന്ധിച്ച ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു. പദ്ധതിയുടെ ജലസംഭരണി പ്രദേശത്തിന് തൊട്ടുതാഴെയായി സജീവമായ ഒരു ഫോൾട്ട് ലൈൻ അഥവാ വിള്ളൽ രേഖ കടന്നു പോകുന്നുണ്ടെന്ന് പഠനം വ്യക്തമാക്കുന്നു. ഘടനാപരമായ സുരക്ഷയെയും സ്ഥിരതയെയും ഇത് ദീർഘകാലത്തേക്ക് ബാധിക്കുമെന്നാണ് ഭൗമശാസ്ത്രജ്ഞരുടെ മുന്നറിയിപ്പ്. ചൈനീസ് ഭാഷാ ജേണലായ സെഡിമെന്ററി ജിയോളജി ആൻഡ് ടെത്തിയാൻ ജിയോളജിയിൽ പ്രസിദ്ധീകരിച്ച കണ്ടെത്തലുകൾ പൈഷൻ വിള്ളൽ എന്ന പ്രദേശത്തെ പദ്ധതിയുടെ പ്രധാന ഭൂമിശാസ്ത്രപരമായ ഭീഷണിയായാണ് അടയാളപ്പെടുത്തുന്നത്. ഈ വിള്ളൽ ഇപ്പോഴും സജീവമാണെന്നും 9500 വർഷങ്ങൾക്ക് മുൻപ് വരെ ഇവിടെ ചലനങ്ങൾ നടന്നിട്ടുണ്ടെന്നും പഠനം തെളിവുകൾ സഹിതം സമർത്ഥിക്കുന്നു. ഇത് അണക്കെട്ടുകൾ, റോഡുകൾ, തുരങ്കങ്ങൾ തുടങ്ങിയ നിർമ്മിതികളുടെ അടിത്തറയെ ദുർബലപ്പെടുത്താൻ സാധ്യതയുണ്ട്. തുടർച്ചയായ വിള്ളൽ പ്രവർത്തനം ചുറ്റുമുള്ള പാറകളിൽ വിള്ളലുകൾ വീഴ്ത്തുന്നതായും ഇത് എഞ്ചിനീയറിംഗ് ഘടനകളുടെ മെക്കാനിക്കൽ ഗുണങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതായും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. ജലസംഭരണി പ്രദേശത്തെ ദുർബലമായ ഭൂപ്രകൃതിയും അയഞ്ഞ മണ്ണിന്റെ ഘടനയും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഭൂകമ്പങ്ങൾ ഉണ്ടായാലോ ജലനിരപ്പിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളോ ഈ ചെരിവുകൾ തകരാനും വലിയ ദുരന്തങ്ങൾക്കും കാരണമാകുമെന്ന് പഠനം മുന്നറിയിപ്പ് നൽകുന്നു. 2017 ഈ ഫോൾട്ടിന്റെ വടക്കേ അറ്റത്തിനടുത്ത് 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായത് പ്രദേശം ഭൂകമ്പപരമായി ഇന്നും സജീവമാണെന്നതിന് ശക്തമായ തെളിവാണ്. ഇത്തരം ഭൂകമ്പങ്ങൾ ഭാവിയിൽ വൻ മണ്ണിടിച്ചിലിനും അണക്കെട്ടിന്റെ ഘടനയിൽ തകർച്ചയ്ക്കും കാരണമാകാം. ഇത് പദ്ധതിയുടെ സുരക്ഷയ്ക്കും അവിടുത്തെ ജീവനക്കാർക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ചൈനയുടെ ഈ ബൃഹത്തായ ജലവൈദ്യുത പദ്ധതിയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ വൻ ഭൂമിശാസ്ത്രപരമായ ഭീഷണികൾക്ക് മുന്നിൽ നിൽക്കുകയാണെന്നത് വ്യക്തമാണ്. സജീവമായ ഒരു ഫോൾട്ട് ലൈനിന് മുകളിൽ ഇത്രയും വലിയൊരു അണക്കെട്ട് നിർമ്മിക്കുന്നത് സമീപ ഭാവിയിൽ വൻ പ്രകൃതി ദുരന്തങ്ങൾക്ക് വഴിവെച്ചേക്കാം. ഭൗമശാസ്ത്രജ്ഞരുടെ മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നത് പ്രദേശത്തെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനും സ്വത്തിനും ഗുരുതരമായ ഭീഷണിയാകും. സാങ്കേതികമായ നേട്ടങ്ങൾക്കും ഊർജ്ജ ആവശ്യങ്ങൾക്കും ഉപരിയായി പരിസ്ഥിതിയുടെയും മനുഷ്യ സുരക്ഷയുടെയും അടിസ്ഥാനപരമായ വശങ്ങൾ ചൈന ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ സുതാര്യതയിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് വലിയ ആശങ്കയുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അപകട സാധ്യതകൾ സംബന്ധിച്ച വിവരങ്ങൾ അയൽ രാജ്യങ്ങളുമായി പങ്കുവയ്ക്കാനും സംയുക്തമായ സുരക്ഷാ പഠനങ്ങൾ നടത്താനും ചൈന തയ്യാറാകണം. നയതന്ത്രപരമായ താൽപര്യങ്ങളെക്കാൾ ഉപരിയായി പ്രദേശത്തിന്റെ പരിസ്ഥിതി സന്തുലിതാവസ്ഥയും ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഭാവിയും സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ബീജിംഗിനുണ്ട്. ശാസ്ത്രീയമായ തെളിവുകൾ ചൂണ്ടിക്കാട്ടുന്ന ഈ അപകട സാധ്യതകൾക്ക് പരിഹാരം കാണാതെ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് വലിയൊരു വിപത്തായി മാറിയേക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.